വെൽക്കം ബാക്ക് ടു ജസ്റ്റ് എക്സ്പ്ലോർ. ഒരു ചെറിയ വീഡിയോ എടുത്ത് വെക്കാമെന്ന് ഓർത്തു, ഓണത്തിൻ്റെ ഓർമ്മയ്ക്ക്. വീടും നാടും വീട്ടുകാരും ഒക്കെ ഇല്ലാണ്ട് എന്ത് ഓണമല്ലേ. പക്ഷേ ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കണം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങളും ഒരു തട്ടിക്കൂട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. ഞങ്ങളുടെ ഓണാഘോഷം ശനിയാഴ്ചയായിരുന്നേ. ഓണാഘോഷം ഒന്നും പറയാൻ പറ്റില്ല, ഉള്ളതുപോലെ. അതുകൊണ്ട് രാത്രി കിടന്നിട്ട് ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് രാവിലത്തെ പരിപാടികളെല്ലാം തീർത്ത് പൂവെല്ലാം റെഡിയാക്കാനും കുഞ്ഞൊരു അത്തപ്പൂ ഇടാനും സദ്യ കഴിക്കാനും ഒക്കെ ഉള്ള എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒന്നും കഴിച്ചും കുടിച്ചൊന്നും ഇല്ല, ബിക്കോസ് ഉച്ചയ്ക്കത്തെ സദ്യ ഉണ്ടാൻ വേണ്ടി വയറ്റിൽ സ്ഥലം വേണമല്ലോ. എന്തിനാ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് തന്നെ വീണ്ടും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഓർത്തെടുക്കാലോ അന്ന് രാവിലെ എന്തൊക്കെ ചെയ്തെന്ന്. അതിന് വേണ്ടിയിട്ടാട്ടോ. ഈ ഓണക്കാലം എന്നൊക്കെ പറയുമ്പം ഭയങ്കര മെമ്മറീസാണ്. ചൈൽഡ്ഹുഡിൽ ഓരോ വെക്കേഷനും അമ്മച്ചിയുടെ വീട്ടിലോട്ട് കസിൻസിനെ കാണാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ത്രില്ലായിരുന്നു. അങ്ങനെ അമ്മച്ചിയും കസിൻസും ആൻറ്റിമാരും എല്ലാവരുമായിട്ടുള്ള സെലിബ്രേഷനൊക്കെ ഇന്നത്തെ കാലത്ത് അതൊക്കെ മെമ്മറീസ് ആയിട്ടേലും ഉണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കാം. അതൊന്നും ഒരു കാലത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും തിരിച്ചു കിട്ടാനും പോണില്ല. പക്ഷേ ഒരുപാട് മെമ്മറീസ് ഉള്ള കുറേ ഹോളിഡേയ്സും നല്ലൊരു മെമ്മറി റിച്ച് ചൈൽഡ്ഹുഡും ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സെലിബ്രേഷൻസും വരുമ്പം ഒരുപാട് ഹോം സിക്ക് ആവാറുണ്ട്. എന്നായാലും കുറച്ച് ഓണപ്പാട്ടൊക്കെ കേട്ട് ഈ ഇരിക്കുന്ന ബൊക്കേന്നാണ് നമ്മുടെ അത്തപ്പൂവിനുള്ള പൂക്കൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലോട്ട് ഞങ്ങളങ്ങ് കടക്കാൻ തീരുമാനിച്ചു. ആകെ 3, 4, 7 പൂ വെച്ചിട്ട് എന്തോ വലിയ പൂക്കളം ഉണ്ടാക്കാൻ പോകുന്ന സെറ്റപ്പിലാണ് ഞാനിരുന്ന് ഈ പൂവെല്ലാം പിച്ച് സെറ്റാക്കിയത്. എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഡിസൈൻസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇതെല്ലാം പറിച്ച് റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പം. അതൊന്നും നടന്നില്ല. പക്ഷേ ഇതിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പൂക്കളം കാണാൻ പറ്റും, അത് കൊള്ളാവെന്ന് പറയണേ. അങ്ങനെ ഞങ്ങൾ പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ടൈം ലാപ്സ് വീഡിയോ ആണെങ്കിൽ ഒരു 1/4 മണിക്കൂർ എടുത്തൊരു പ്രോസസ്സാണ്. ചെറിയ പൂക്കളാണ്, പക്ഷേ കുറച്ച് ടൈം എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇട്ട അത്തപ്പൂ ഫ്ലോപ്പായി. ആ ഡിസൈൻ അങ്ങ് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളത് റിമൂവ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് ഒന്നും കൂടി ഇട്ടു. എന്തായാലും പ്രോഡക്റ്റ് ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഉള്ള പൂ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മളൊരു നല്ലൊരു അത്തപ്പൂക്കളം സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ 1/2 hourൻ്റെ വർക്കിന് ശേഷം ഇതാണ് ഞങ്ങളുടെ ഔട്ട്കം. ഇഷ്ടമായോ എന്ന് പറയണേ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ മെനക്കെട്ട് റെഡി ആകുമ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോ എടുക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോ എടുത്തു. അതിൻ്റെ ഒരു സെഷനാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഓണസദ്യ ഇപ്രാവശ്യം ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നേ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളവിടെ പോയി അങ്ങനെ സദ്യ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നൊക്കെ ഓരോ കറിയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ഈ ഓണത്തിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഫ്രണ്ട്സിന് ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റും ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം എല്ലാ ഓണത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, നമ്മളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ 2025 ഓണം. പ്രത്യേകിച്ച് ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിച്ചു.